നമസ്കാരം. സോഷ്യൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ നിന്നും കഴിഞ്ഞ ചില വർഷങ്ങളിൽ 2018, 2019, 2020 വർഷങ്ങളിൽ SSLC മോഡൽ പരീക്ഷയ്ക്കും ഫൈനൽ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്കറിയാം, SSLC പരീക്ഷയിൽ മുൻകാല ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരീക്ഷയെ നേരിടുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ഇവിടെ നടത്തുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ ഈ ആൻസർ മനസ്സിലാക്കുമ്പോൾ ആൻസറിന് കീ പോയിന്റുകൾ മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. കൂടുതൽ വിശദമായി എഴുതേണ്ടതുണ്ട്. എന്താണ് ആൻസർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഏതെല്ലാം ചാപ്റ്ററുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ഒരു ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിക്കും. ഇത് നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ചോദ്യം: വിച്ച് വാസ് ദ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി? ആൻസർ നമുക്കറിയാം, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആണ്. 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോൾ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്ന്. സുഭാഷ് ചന്ദ്രബോസ്, ആഫ്റ്റർ ക്വിറ്റിംഗ് ദ കോൺഗ്രസ്, ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ദ ഫോർവേഡ് ബ്ലോക്ക്. He took the charge of the Indian National Army formed by Rash Bihari Bose to attain freedom for India. He formed a provisional government for free India in Singapore with the aim of forcing the British to quit India. ഈ നിലയിൽ അതിന് ആൻസർ എഴുതണം. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. അതും 2 എണ്ണമാണ്. ഒന്ന്, വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റീജിയണൽ സ്ട്രഗിൾ കണ്ടക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. 1 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ ആൻസർ ചമ്പാരൻ സ്ട്രൈക്ക് ഇൻ 1917. മറ്റൊരു ചോദ്യം: അനലൈസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാന്ധിജി ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ആരംഭിച്ച കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു? മേക്കിംഗ് ഖാദി ക്ലോത്ത് ബൈ യൂസിങ് ചർക്ക, സ്റ്റാർട്ടഡ് നാഷണൽ സ്കൂള്, പോപ്പുലറൈസ്ഡ് ഹിന്ദി ഇൻസ്റ്റെഡ് ഓഫ് ഇംഗ്ലീഷ്. അതിനും 4 മാർക്കാണ്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ: നെയിം ദ ഫൗണ്ടർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. മറ്റൊരു ചോദ്യം 4 മാർക്കിൻ്റേതാണ്. എക്സ്പ്ലെയിൻ ദ ചമ്പാരൻ ആൻഡ് ഖേദ സത്യാഗ്രഹ ഇൻവോൾവ്ഡ് ബൈ ഗാന്ധിജി. The struggle of indigo farmers in Champaran that Gandhiji started in 1917. In Champaran, Gandhiji resorted to disobedience of the British rules and Satyagraha, and his involvement compelled the authorities to pass laws in favor of the indigo farmers. Peasant struggle in Kheda, 1918. Due to drought and crop failure, farmers in Kheda were living in utter misery. The rulers decided to collect a tax from these poor villagers. Starting Satyagraha in 1918, Gandhiji protested against the decision. He advised people not to pay tax. Consequently, the authorities were forced to reduce tax rates. അതിന് 4 മാർക്കാണ്. ഇനി മോഡൽ എക്സാമിനേഷൻസിന് ഈ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 2018, 2019, 2020 വർഷങ്ങളിൽ. 2018 ഫെബ്രുവരി മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും, അങ്ങനെ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഹെൽഡ് ഇൻ ബോംബെ ഇൻ 1934 വെയർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ബോംബെയിൽ രൂപീകൃതമായപ്പോൾ അതിൻ്റെ ചെയർമാൻ, അധ്യക്ഷൻ ആരായിരുന്നു? 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ജയപ്രകാശ് നാരായൺ എന്നതാണ്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ബോയ്ക്കോട്ടിംഗ് ഇലക്ഷൻസ് വാസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വാട്ട് വർ ഇറ്റ്സ് അതർ ഫീച്ചേഴ്സ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തെല്ലാമായിരുന്നു? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ 4 പോയിൻ്റുകൾ എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്സ്. ദ പബ്ലിക് ഷാൽ ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ആൻഡ് അതർ പ്രോഡക്ട്സ്. സ്റ്റുഡൻസ് ഷാൽ ബോയ്ക്കോട്ട് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ദ ബ്രിട്ടീഷ്. ഡിനയൽ ഓഫ് ടാക്സസ്. റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്. ഇതിലേതെങ്കിലും 4 പോയിൻ്റുകൾ എഴുതിയാൽ 4 മാർക്ക് ലഭിക്കും. 2019 ഫെബ്രുവരി മാസം ഈ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഫോഴ്സ്ഡ് ഗാന്ധിജി ടു സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ നിർബന്ധിച്ച സംഭവം എന്തായിരുന്നു? ഉത്തരം ചൗരി ചൗര ഇൻസിഡൻറ്റ്. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് മൗണ്ട് ബാറ്റൻ പ്ലാൻ? മെൻഷൻ ഇറ്റ്സ് പ്രൊപ്പോസൽസ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാൽ എന്താണ്? അതിലെ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽസ് എന്തൊക്കെയായിരുന്നു? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ എന്താണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ ലീഗ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അലി ജിന്ന റേസ്ഡ് ക്ലെയിംസ് ഫോർ എ സെപ്പറേറ്റ് കൺട്രി കോൾഡ് പാകിസ്ഥാൻ. ഫോളോയിങ് ദിസ്, ലോർഡ് മൗണ്ട് ബാറ്റൻ വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ടു ഡെലിവർ ഫ്രീഡം ടു ഇന്ത്യ. ഇന്ത്യയിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ നേതാക്കന്മാരുമായിട്ടും ഓൾ ഇന്ത്യ ലീഗ് നേതാക്കന്മാരുമായിട്ടുമൊക്കെ നിരവധി ചർച്ചകൾ നടത്തി അവസാനം ഒരു പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കുന്നു. അതിനാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽസ് ഇവയൊക്കെയായിരുന്നു. ടു ഫോം എ സെപ്പറേറ്റ് കൺട്രി ഇൻ മുസ്ലിം മജോറിറ്റി ഏരിയ ആസ് പെർ ദ മുസ്ലിം വിഷ്. ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. ടു കണ്ടക്ട് എ റെഫറൻഡം ടു ഡിറ്റർമൈൻ വെദർ ടു ആഡ് എ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ province to Pakistan or not. To appoint a commission to determine the borders in Punjab and Bengal. 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. മറ്റൊരു ചോദ്യം ഇതാണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ മലബാർ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. മലബാറിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, നിയമലംഘന പ്രസ്ഥാനം നടന്നതിനെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ ആൻസർ, in 1930s the civil disobedience movement gained momentum in Malabar. People broke the salt law by making salt under the leadership of K. Kelappan and Muhammad Abdur Rahman at Payyanur and Kozhikode respectively. The British army brutally attacked the Satyagrahis and arrested the leaders. Boycott of foreign goods. Muhammad Abdur Rahman picketing liquor shops and popularizing Khadi were also part of the civil disobedience movement. ഇത്രയും എഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. 2020 ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിന് ചോദിച്ച 2 ചോദ്യങ്ങളാണ്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യവും. 1 മാർക്കിൻ്റെ ചോദ്യം ഇതാണ്, ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഏതാണെന്ന്? ആൻസർ, ഇന്ത്യൻ നാഷണൽ ആർമി. രണ്ടാമത്തെ ചോദ്യം 4 മാർക്കിൻ്റേതാണ്. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്? നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എന്തെല്ലാം ചെയ്യുവാനായിരുന്നു? ലോയേഴ്സ് ഷാൽ ബോയ്ക്കോട്ട് ദ കോർട്ട്സ്. ബോയ്ക്കോട്ട് ഇലക്ഷൻ. സ്റ്റുഡൻറ്റ് ഷാൽ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. Denial of taxes. Returning the British awards and prizes. 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. അങ്ങനെ ആകെ 5 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നു. 2020, 2019, 2018 വർഷങ്ങളിൽ മോഡൽ പരീക്ഷയ്ക്ക് ഈ അധ്യായത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറഞ്ഞത് 5 മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കും. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം 1 വേഡ്, മറ്റൊന്ന് 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും
ഏറ്റവും കുറഞ്ഞത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യത്തോടു കൂടി ഈ അധ്യായം പഠിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.